അള്ളാഹു ഭയം കൊണ്ട് പരീക്ഷിക്കും. ഇന്ന് എവിടെയാ നമ്മൾ ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നത്? ഞാൻ പറയാറുണ്ട്, പലപ്പോഴും നമ്മൾ ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നത് കുടുംബത്തിലാണ്. കാരണം രാവിലെ ഇറങ്ങിപ്പോകുന്ന ഭാര്യക്ക് ഭർത്താവ് ഇപ്പം തിരിച്ചു വരുമോ, ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോയിട്ടാണോ വരുന്നത് എന്ന ആദി. കാരണം അവന്റെ മൊബൈലിൽ കാണുന്ന ചില മെസ്സേജുകളും ഭാര്യയുടെ മൊബൈലിൽ കാണുന്ന ചില മെസ്സേജുകളുമൊക്കെ പല ഭാര്യ ഭർത്താക്കന്മാരുടെ നെഞ്ചിൻ്റെ ഉള്ളിലും ഭയപ്പാട് സൃഷ്ടിക്കുന്നുണ്ട്, ബേജാറുണ്ടാക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞൊരു ഭയം എന്ന പരീക്ഷണത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് എന്തുകൊണ്ടാ? റബ്ബ് പഠിപ്പിച്ച നിർഭയത്വത്തിന്റെ ബന്ധങ്ങളെ നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ട്. ദാമ്പത്യ ജീവിതം പരലോക രക്ഷക്കാണെന്നും അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് കുടുംബമെന്നും നമ്മളുള്ള ആ ചിന്ത നമ്മളെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോഴാണ് അവിഹിതങ്ങളും ജാരന്മാരും ജാരത്തികളും മോശമായ പല പ്രവണതകളിലേക്കും നമ്മൾ എത്തിപ്പെടാനുള്ള കാരണം. പക്ഷേ നിർഭയത്വമുള്ള ഒരു കുടുംബ ജീവിതവും നിർഭയത്വത്തോടെയുള്ള ഒരു ജീവിതവുമാണ് ഒരു വിശ്വാസി ആഗ്രഹിക്കുന്നതെങ്കിൽ അവന്റെ ജീവിതത്തിൽ എന്തുണ്ടാവും? എല്ലാ ബന്ധങ്ങളെയും അവൻ ഒരുപോലെ സ്നേഹിക്കും, എല്ലാ ബന്ധങ്ങളെയും ആഖിറത്തിന് വേണ്ടി അവൻ കണ്ടെത്തുകയും ചെയ്യും. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, അൽ മർഉ അലാ ദീനി ഖലീലിഹി. നിങ്ങളെ കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള ഒരു വഴിയായി നിങ്ങൾ കാണണം. എനിക്ക് ഉപകാരമുള്ള, എനിക്കെന്തെങ്കിലും ഗുണം മാത്രം നൽകുന്ന കൂട്ടുകാരനെയല്ല, മറിച്ച് ആഖിറത്തിലേക്ക് എന്നെ കൈപിടിക്കുന്ന കൂട്ടുകാരൻ. അതുകൊണ്ടാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോ ആ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുൻപ് ഇസ്ലാമിക ലോകത്തൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഭാര്യമാർ ഓരോരുത്തരും വന്ന് അള്ളാഹുവിന്റെ റസൂലുള്ളാന്റെ കൈ പിടിച്ച് സലാം പറയും, യാത്ര ചോദിക്കും. അന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 9 ഭാര്യമാര് നിലവിലുണ്ടായിരുന്നു എന്നാണ്. 9 പേരും അള്ളാഹുവിന്റെ റസൂലിനോട് സലാം പറയും. ആയിഷ റളിയല്ലാഹു തആല അൻഹാന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന റസൂലുള്ളാന്റെ അരികിൽ വന്ന സഹാബാക്കളിൽ ചിലർ പറഞ്ഞു, റസൂലേ, ഞങ്ങൾക്കൊരു പരാതിയും സങ്കടവും സംശയവും ചോദിക്കാനുണ്ട്. റസൂലുള്ള ചോദിക്കൂ, എന്താ സഹാബത്തെ? ഒന്നുമില്ല നബിയെ, താങ്കൾക്ക് താങ്കളെ ഭാര്യമാരിൽ ആരോടാ ഏറ്റവും ഇഷ്ടം? പുഞ്ചിരിയോട് അള്ളാന്റെ റസൂലുള്ള തിരിച്ചു പറഞ്ഞു, എനിക്ക് എല്ലാവരും ഒരുപോലെ തുല്യരാ. സഹാബത്ത് പറഞ്ഞു, റസൂലെ, ഞങ്ങൾക്ക് സംശയമുണ്ട്, താങ്കൾക്ക് ആയിഷ ബീവിയോട് ഒരു പ്രത്യേക താല്പര്യം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ ആയിഷ ബീവിന്റെ സൗന്ദര്യമാവാം, അല്ലെങ്കിൽ ചെറുപ്പമാകാം. ഇത് കേട്ടപ്പോഴേക്കും അള്ളാന്റെ ഹബീബിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുനീരോടെ പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കാരണം അത് രണ്ടും അല്ല. ആയിഷ ബീവിന്റെ സൗന്ദര്യോ ആയിഷ ബീവിന്റെ ചെറുപ്പോ ഒരിക്കലും എന്നെ മോഹിപ്പിച്ചിട്ടില്ല. പിന്നെന്തുകൊണ്ടാ റസൂലേ നിങ്ങൾക്ക് ആയിഷ ബീവിനോടൊരു പ്രത്യേക താല്പര്യം? അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണു നിറഞ്ഞിട്ട് പറയുന്നൊരു വാക്കുണ്ട്, മക്കയിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ ആദ്യം ദഅവത്തിനിറങ്ങി. അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ എന്റെ വാക്കുകൾക്ക് ഇഷ്ടക്കേട് കാണിക്കുന്ന ശത്രുക്കൾ എന്റെ തലയിലേക്ക് ചപ്പുചവറുകൾ ഇട്ടേച്ചോടി. അടിച്ചു വാരുന്ന പല മാലിന്യങ്ങളും നടന്നു പോകുന്ന സമയത്ത് എന്റെ തലയിലേക്ക് അവർ വലിച്ചെറിഞ്ഞപ്പോ എന്നെ അരികിലേക്ക് ഓടി വന്ന് എന്റെ ശരീരത്തിൽ നിന്നും ആ ചപ്പുചവറുകൾ തട്ടിക്കളഞ്ഞ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അബൂ ത്വാലിബിന്റെ തായ്വരയിൽ 3 കൊല്ലം അവരെന്നെ പട്ടിണിക്കിട്ട് ഭക്ഷണം കിട്ടാതെ ഞാൻ സങ്കടപ്പെടുമ്പോ അവരറിയാതെ വസ്ത്രത്തിന്റെ ഉള്ളിൽ കാരക്കയും എടുത്ത് എനിക്ക് ഭക്ഷണം നൽകാൻ വന്നൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അവസാനം ത്വായിഫിന്റെ മണലിലൂടെ സ്വന്തം കുടുംബക്കാര് കരിങ്കല്ലുകൊണ്ട് എന്നെ എറിഞ്ഞോടിക്കുമ്പോ കണങ്കാലിൽ നിന്നും ചോര വന്ന് ഞാൻ ആ തോട്ടത്തിലിരുന്ന് കരയുമ്പോ എന്റെ അരികിൽ ഓടി വന്ന് എന്റെ കാല് തുടച്ച് എന്നെ മാറോട് ചേർത്ത് എന്നെ ആശ്വസിപ്പിച്ചൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. എന്റെ അബൂബക്കറിന്റെ മോളാ ആയിഷ. അതല്ലാത്ത ഒരു പരിഗണനയും ഞാൻ ആയിഷക്ക് കൊടുത്തിട്ടില്ല. എനിക്ക് ആയിഷയേക്കാൾ ആയിഷന്റെ വാപ്പ അബൂബക്കറിനെയാണ് ഇഷ്ടം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന ബന്ധങ്ങളുടെ സ്ഥാനാണത്. ഇന്നാളുകൾക്ക് ബന്ധങ്ങളൊക്കെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാ. വായ്പ കിട്ടിയിട്ടില്ലേ പിന്നെ ബന്ധമില്ല, അവനവന്റെ കാര്യത്തിന് ഉപകാരപ്പെട്ടിട്ടില്ലേ പിന്നെ ലോകിയല്ല. ഒരേ കുടുംബത്തിലെ വാപ്പയും മക്കളും, ഒരേ കുടുംബത്തിലെ ഏട്ടനും അനിയനും, ഏട്ടൻ അനിയനെ, അനിയൻ ഏട്ടനെ കണ്ടുകൂടാത്തൊരു കാലഘട്ട. എല്ലാവരും പരസ്പരം ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിന് ഉപകാരപ്പെടണം. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിന്റെ കുശുമ്പും അസൂയയും വെച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം പോലും സമാധാനമില്ലാതായി പോകുന്നത്. അതിനു പകരം ഞാൻ സ്നേഹിച്ച, മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന എന്റെ സ്നേഹത്തിന് അള്ളാന്റെ അടുത്ത് എനിക്ക് കൂലുണ്ട്
എന്ന് ചിന്തിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ, ഒരാളെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്ന പുഞ്ചിരിക്ക് പോലും പടച്ചോന്റെ കൂലിണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണെങ്കിൽ, ആര് നമ്മൾക്കെതിരെ പറഞ്ഞുണ്ടാക്കിയാലും, ആരുടെ നാവ് കൊണ്ട് നമ്മളെ വേദനിപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും, അല്ലാഹു എന്റെ ഹൃദയത്തിലുണ്ട് എന്ന വിശ്വാസം മതി നമുക്ക് പടച്ചോന്റെ അടുത്ത് ഈ ദുനിയാവിൽ ബന്ധങ്ങളെ സ്നേഹിച്ച് ജീവിക്കാൻ, അറിഞ്ഞുകൊണ്ടൊരാളെയും ദ്രോഹിക്കാതിരിക്കാൻ, നമ്മളെ നാവ് കൊണ്ടൊരാളെയും സങ്കടപ്പെടുത്താതിരിക്കാൻ. അതുകൊണ്ടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്താ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സമാധാനം, ഇസ്ലാമിന്റെ ഇസ്സത്ത് എന്താണെന്നറിയോ? അത് നമ്മൾ ധരിക്കുന്ന വസ്ത്രവും നമ്മൾ ധരിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ കാണിക്കുന്ന ഇബാദത്തുകളുടെ ഭംഗിയോ അല്ല. ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല ഇസ്സത്ത് നമ്മൾ കാരണം മറ്റൊരാള് കരയാതിരിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്ത് വെട്ടിപ്പിടിക്കുന്ന എത്ര സമ്പത്തുകളുണ്ടെങ്കിലും അവസാനം കിടക്കുന്ന 6 അടി മണ്ണിൽ 3 വെള്ളത്തുണി മാത്രമേ എനിക്കിങ്ങൊക്കെ ഉപകാരപ്പെടാറുള്ളൂ. ഒരാളെയും സങ്കടപ്പെടുത്താതെ കബറിന്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമാധാനം. എത്ര വാരി പിടിച്ചവരുണ്ട്, എത്ര വെട്ടിപ്പിടിച്ചവരുണ്ട്, എത്ര സമ്പാദിച്ചവരുണ്ട്, എത്ര ആളുകളെ കൊന്നു കൊല വിളിച്ച് വാരിക്കൂട്ടിയവരുണ്ട്, എത്ര കുടുംബം പണങ്ങി ജീവിച്ച് മുതലുണ്ടാക്കിയവരുണ്ട്. എന്തൊക്കെ വാരി പിടിച്ചാലും വെട്ടിപ്പിടിച്ചാലും അവസാനം പോയി കിടക്കുന്ന 6 അടി മണ്ണിൽ പള്ളിക്കാട്ടിന്റെ മേലെ നാട്ടുന്ന കല്ലിന് പോലും ഈ ലോകത്ത് കൊടുക്കാവുന്ന ഏറ്റവും വലിയ വില 1000 രൂപന്റെ ചെലവേ ഉള്ളൂ. ആ 6 അടി മണ്ണിന്റെ അടിയിലേക്ക് ചേർന്ന് ചെരിഞ്ഞു കിടക്കുന്ന കിടത്തത്തിൽ എന്താ ഓരോരുത്തർക്കും കൊണ്ടുപോകാൻ പറ്റിയത്? ഈ ലോകത്ത് വെട്ടിപ്പിടിച്ച് നാട്ടുകാരെ സങ്കടപ്പെടുത്തി കുടുംബക്കാരെ കരയിപ്പിച്ചുണ്ടാക്കിയതിൽ നിന്ന് 1 ഉറുപ്പ്യ നമ്മുടെ കവറിലേക്ക് നമുക്കൊരു സന്തോഷം നൽകുമോ? മറ്റുള്ള ആളുകളെ സങ്കടപ്പെടുത്തിയിട്ടും അവന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും പരസ്പരം വെല്ലുവിളിച്ചിട്ടും പകവെട്ടിയിട്ടും ആ 6 അടി മണ്ണിലേക്ക് കിടക്കുമ്പോ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സമാധാനം കവറിൽ കിട്ടാറുണ്ടോ? അതുകൊണ്ട് ആ നിർഭയത്വത്തോടുകൂടി പടച്ചോന്റെ കവറിൽ കിടക്കണമെങ്കിലും ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകുമ്പോ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരെയും സങ്കടപ്പെടുത്താതിരുന്നാ മതി. അറിഞ്ഞുകൊണ്ട് ഒരാളെ മനസ്സും നമ്മൾ കരയിപ്പിക്കാതിരുന്നാ മതി. അറിഞ്ഞുകൊണ്ട് ഒരു കുടുംബത്തിലും നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. അറിഞ്ഞുകൊണ്ട് ഒരു ബന്ധവും നമ്മൾ അലോക്യപ്പെടുത്താതിരുന്നാ മതി. ഭൂമിയോളം ക്ഷമിക്കാൻ പറ്റിയാലും മണ്ണോളം താഴ്ന്നു കിടക്കാൻ പറ്റിയാലും കവള് കാണിച്ചു കൊടുത്ത് കിടക്കുന്നവനാ ഇന്നാക്കും പടച്ചോന്റെ അടുത്ത് ഏറ്റവും ഉത്തമൻ. അതുകൊണ്ടല്ലേ കറുത്ത ബിലാലിനെ കറുത്തവരുടെ മകനെ എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു വിളിച്ചു പോയപ്പോ വിളിച്ച ഉടനെ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം അങ്ങോട്ട് മാറി. ബിലാൽ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കല്ലെങ്കിലും റസൂലുള്ളാഹിന്റെ കൂട്ടത്തുനിന്ന് ഒരാളത് വിളിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ പറ്റിയില്ല. കണ്ടു നിറഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തിരിഞ്ഞു നടന്നു പോകുമ്പോ വിളിച്ചുപോയ അബൂദർ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ വന്നു പറഞ്ഞു, ബിലാലെ, ഒന്ന് താങ്കൾ എന്നെ തിരിച്ചു വിളിക്കണം, അല്ലെങ്കിൽ എന്റെ കവിള് നോക്കി തല്ലണം. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെയ്യൂല. കുറ്റബോധം കൊണ്ട് സങ്കടപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്ന് വീണ്ടും നിലത്ത് കിടന്ന് തന്റെ ഇടത്തെ കവിള് ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് പറയും, ബിലാൽ, എന്റെ കവിളിൽ ഒന്ന് ചവിട്ട് ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു പറയും, ഞാൻ ചെയ്യൂല അബൂദറെ. അവസാനം അബൂദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്ന് വിങ്ങിപ്പൊട്ടി കണ്ണീരോടെ സങ്കടം പറയുമ്പോ അള്ളാന്റെ റസൂലുള്ള തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, അബൂദറെ, നിന്റെ മനസ്സിൽ ജാഹിലിയത്തുള്ളത് കൊണ്ടാ നീ അത് വിളിച്ചത്. നിന്റെ മനസ്സിൽ അതുണ്ട് അബൂദറെ. പക്ഷെ നീ ഒന്നറിയണം അബൂദറെ, കറുപ്പും വെളുപ്പും തിരിക്കാത്ത, ജാതിയും വർണ്ണവും തിരിക്കാത്ത, തറവാടും മഹിമയും നോക്കാത്ത, മനുഷ്യന്റെ ജീവിതത്തിന്റെ അമലുകൾക്ക് മാത്രം വില കൊടുക്കുന്ന നാഥന്റെ മഹ്ശറയിൽ നിന്നേക്കാൾ എത്രയോ ഉയരത്തിലായിരിക്കും ബിലാലെങ്കിൽ അന്ന് ബിലാലിന്റെ മുൻപിൽ നീ അപമാനിക്കപ്പെടുന്നതിനേക്കാളും വലുതല്ല അബൂദറെ നീ ബിലാലിനെ വിളിച്ച കറുത്ത വാക്ക് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടെങ്കിൽ എനിക്കിങ്ങൊക്കെ ആളെ മുൻപിൽ വലുതാകേണ്ടത് ദുനിയാവിലല്ല. ദുനിയാവിൽ നമ്മളെ കുറെ ആൾക്കാർ വലുതാക്കിയതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല.